പ്രണയത്തിലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണൊക്കെ ഉണ്ടാകുന്നത്. വെറുതെ പ്രണയിച്ചാൽ മതി, ഇതിങ്ങനെ ഉണ്ടാവും. പക്ഷെ അടികൊള്ളാതിരുന്നാൽ മതി. പ്രണയിച്ചു ആരെ വേണമെങ്കിലും ബുദ്ധിമുട്ടിക്കരുത്. പ്രണയം നല്ലതാ, എന്തിനോടും. ഒരാളോടൊന്നല്ല, സംഗീതത്തോട് പ്രണയം. കാമവും സ്നേഹവും കൂടെ ചേരുന്നതാണ്, അല്ലെങ്കിൽ ഇഷ്ടവും കൂടെ ചേരുന്നതാണ് പ്രേമം. ഓഷോയുടെ മെഡിറ്റേഷൻസ് പ്രണയവുമായി കണക്റ്റഡ് ആണ്. പ്രാണായാമവും മെഡിറ്റേഷനും തന്ത്രയും എല്ലാം വർക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ നെർവസ് സിസ്റ്റത്തിലാണ്. മോഹൻലാലുമായി ബന്ധപ്പെട്ട് കണക്ട് ആവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് അദ്ദേഹത്തിന് ആ പ്രണയം അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രണയമൊക്കെ ആളുകൾ ഇങ്ങനെ പലപ്പോഴും ചർച്ചയാക്കാറുണ്ട്. ഓറയുള്ള ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ ജയനാരായൺജി ആണെന്ന് പറഞ്ഞ 3 പേരുടെ പേര്, ഒന്ന് മോഹൻലാലും, ഒന്ന് പിണറായി വിജയനും, ഒന്ന് നരേന്ദ്രമോദിയും. പിണറായി വിജയനും നല്ലപോലെ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ അറിയാം. ഈ നമ്മൾ ഈ മൂകാംബികയിലൊക്കെ പോകുന്ന സമയത്ത് വെള്ളക്കാർ, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, അവർ ചുമന്ന മുണ്ടും പട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് അവിടെ ഭയങ്കരമായി പ്രദർശനമൊക്കെ. എത്ര മലയാളികൾ വന്ന് ചെയ്താലും നമ്മുടെ ശ്രദ്ധ മുഴുവൻ പോകുന്നത് ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് നമ്മളെക്കാട്ടി കൂടുതൽ എന്തോ അറിയാം എന്നൊരു ചിന്ത, അല്ലെങ്കിൽ അവർ ഇവിടെ വന്നത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പലപ്പോഴും. ഇപ്പം ഞാൻ തന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഇവരിത് ചെയ്യണമെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും, ഇപ്പം നമ്മൾ ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കും എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അത് മെയ്ഡ് ഇൻ ഏതെങ്കിലും ഒരു വിദേശ രാജ്യമാണെന്ന് കണ്ടാൽ അതിനാളുകൾക്ക് താല്പര്യം കൂടുന്നുണ്ടായിരിക്കാം. അതിങ്ങനെ പറയാം. ഈ റേക്കി സിമ്പിൾസിനെ പറ്റി ഞാൻ വായിച്ച് നോക്കിയ സമയത്ത്, ഇപ്പോൾ റേക്കി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, ആ ഒരു ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പഠിക്കുമല്ലോ. അപ്പോൾ സിമ്പിൾസ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ താന്ത്രിക് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന, താന്ത്രിക് പൂജകൾക്കൊക്കെ ഉപയോഗിക്കുന്ന സിമ്പിൾസ്, അതിലും സിമ്പിൾസ് ആണല്ലോ ചെയ്യുന്നത്, ആണോ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഇനി ആയുർവേദത്തിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം 24-ൻ്റെ ഒരു പ്രോഗ്രാമിൽ KC വേണുഗോപാൽ പ്രസംഗിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ആയുർവേദം ഞങ്ങളുടേതാണ് സാർ. ഇംഗ്ലീഷിലാണ് പ്രസംഗം. ആയുർവേദം ഞങ്ങളുടേതാണ് സാർ, ഞങ്ങളാണ് സാർ ഇതിൻ്റെ പ്രചാരകർ, ഞങ്ങൾ ഇവിടെയാണ് സാർ ഇതുണ്ടായത്. പക്ഷേ ആയുഷ് ഭാരതിൽ എന്താണ് നിങ്ങൾ കേരളത്തിന് ബഡ്ജറ്റിൽ തന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നൊരു പ്രസംഗമുണ്ട്. ഇപ്പം വലിയ രീതിയിൽ ഭാരതധർമ്മവും ഭാരത് ഇൻ്റലിജൻസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കേന്ദ്ര സർക്കാർ പോലും ഒരു പരിധിവരെ ഈ ആയുർവേദത്തെ കൈവിട്ട് കളയുന്നു എന്നൊരു തോന്നലുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി മെച്ചം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജനങ്ങൾക്ക് ഇതിനോടുള്ള താല്പര്യക്കുറവ് കുറഞ്ഞു, കുറച്ചുകൂടി അത് കൂട്ടണം എന്തായാലും. അത് കുറച്ച് കഴിയുമ്പോൾ കുറയും. എന്താണെന്നറിയാവോ, ഇപ്പോൾ ഓരോ വർഷവും ഓരോ പനി വരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? തക്കാളിപ്പനി, ഒരുപാട് ജപ്പാൻ പനി. അപ്പോൾ ഒരുപാട് പനികൾ ഇങ്ങനെ ഇറക്കുക, ആളുകളെ പാനിക് ആക്കുക. അതുകൊണ്ടാണ് ജലദോഷം വരുമ്പോൾ പോലും ഈ രോഗികളിൽ 60% പേരും മരുന്ന് കഴിക്കേണ്ടാത്ത ആൾക്കാരാണ്. പക്ഷെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ചെറിയ അസുഖം വരുമ്പോൾ പോലും വേഗം പോകുന്നത് ഇതാണ് കാരണം. പാനിക് ആക്കിയിരിക്കുകയാണ്. ഇതങ്ങനെ ആകുമോ ഇങ്ങനെ ആകുമോ എന്ന് പേടിച്ചിട്ടാണ്. പലതും സമയം കൊടുക്കണില്ല രോഗം മാറാൻ. നമ്മുടെ ശരീരത്തിനുള്ളിലെ ആ പവർ ഉണ്ടല്ലോ, ഇതിന് രോഗം മാറ്റി. ഇപ്പോൾ ഒരു ബ്ലീഡിങ് ഉണ്ടാവട്ടെ, ചെറിയ ബ്ലീഡിങ് ആണെങ്കിൽ, വലിയ മുറിവ് വന്നിട്ടല്ല, നമ്മൾ അതുപോലും നമ്മൾ നിൽക്കാൻ നോക്കാതെ വേഗം പോയിട്ട് മരുന്നൊക്കെ വെച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ചെറിയൊരു പനി വന്നു എന്ന് കൂട്ടിക്കോ, പനി നമുക്ക് ചെറിയ പനിയൊക്കെ മാറ്റാൻ നമ്മുടെ ബോഡിയിലുണ്ട്, അതിനുള്ള പവർ നമ്മുടെ ബോഡിക്കുണ്ട്. നമ്മളന്ന് ആയുർവേദത്തിൽ 6 ദിവസം നിസ്സാരമായിട്ടുള്ള മരുന്നേ കൊടുക്കുകയുള്ളൂ. നമ്മുടെ തന്നെ പവറിനെ കൊണ്ട് അഗ്നിയെ വർദ്ധിപ്പിച്ചിട്ട് അതിനെ അസുഖത്തെ കുറയ്ക്കുന്നൊരു രീതിയുണ്ട്. അതിനു വേണ്ടിയുള്ള മരുന്ന് 6 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൂടിയ രീതിയിലേക്ക് പോവുള്ളൂ. ജ്വരം എന്നൊരു വിഭാഗം ആയുർവേദത്തിൽ ഏറ്റവും വലിയൊരു ചാപ്റ്ററാണ്. കാരണം ജ്വരം എന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും രോഗങ്ങൾക്കും നമുക്ക് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആണ് അതിലുള്ളത്. മിക്കവാറും രോഗങ്ങളുടെ എല്ലാം ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു സിംറ്റം അല്ലേ പനി. അതുകൊണ്ട് തന്നെ ഏത് രോഗത്തിലേക്കാണ് പോകുന്നതെന്നും ഏത് രോഗത്തിൻ്റെ മുന്നോടി പൂർവ്വരൂപമാണിതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ആ ജ്വരം എന്നുള്ള ചാപ്റ്റർ നന്നായിട്ടൊരു ആയുർവേദം പഠിക്കുന്ന ഡോക്ടർ പഠിച്ചിരിക്കണം. അപ്പം അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പോൾ നമ്മൾ ക്യാൻസറിന് ചികിത്സ പറയുന്നതിൽ ഉപവാസം മെയിൻ പറയുന്നതാണ്. കാരണം ഇപ്പോൾ പറയില്ല, ആ ഒരു ഫാഗോസൈറ്റോസിസ്, കോശങ്ങളെ തിന്നുന്നത്. അപ്പോൾ ആ ഒരു അതിനാണ് ഉപവാസം പറയണേ. മറ്റു ആഹാരം ഒന്നും കഴിക്കാതെ വേണമെങ്കിൽ വെള്ളം കുടിക്കാം,
അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അനാവശ്യമായ നമുക്ക് ആവശ്യമില്ലാത്ത കോശങ്ങളെ നമ്മൾ ഉപയോഗിച്ചോളും. മനസ്സിലായി. അപ്പോൾ നമുക്ക് അബ്നോർമലായിട്ടുള്ള സെൽസിനെ ഇപ്പം മോഡേൺ സയൻസ് അത് പറയുന്നു. മോഡേൺ സയൻസ് ഇപ്പോഴത് പറയുന്നുണ്ട്. പക്ഷേ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ഈ ഉപവാസമൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും. ഇപ്പം 11 മാസം ഇപ്പൊ നോമ്പുകാലത്തിലൂടെയാണ് മുസ്ലിം സഹോദരങ്ങൾ 11 മാസം നമ്മൾ പല ആഹാരങ്ങളും കഴിക്കും. പക്ഷെ അതിന്റെ ദോഷങ്ങൾ മുഴുവനും ഈ ഒരു മാസം കൊണ്ട് പോകും. ശരീരത്തിന് ആവശ്യമില്ലാത്ത കോശങ്ങളെയും ഫാറ്റിനെയൊക്കെ ശരീരം എടുത്ത് ഉപയോഗിക്കും. അപ്പം അത് ഉപവാസം നമുക്ക് ഇപ്പം അല്ലാതെ തന്നെ തിങ്കളാഴ്ച വ്രതം, ഏകാദശി വ്രതം ഒക്കെ പറയുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. ആഴ്ചയിൽ ഒരു ദിവസം പകല് പട്ടിണി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം വയറിളക്കണം. ഓ, മിക്കവാറും നല്ലപോലെ ആഹാരം കഴിക്കുന്നവർ, പ്രത്യേകിച്ച് മാംസ ആഹാരം, ഇപ്പം പിന്നെ പൊറോട്ട പോലുള്ളത് കഴിക്കുന്നത് വരെ പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കുന്നത് ഇപ്പം പൊതുവെ കേരളത്തിൻ്റെ എന്താണ് ദേശീയ ആഹാരമായി മാറിക്കഴിഞ്ഞു പൊറോട്ട ബീഫ്. അതിപ്പം വയറിളക്കാനൊന്നുമില്ല. ഇപ്പൊ എറണാകുളത്ത് സ്ഥിരമായി പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്ന നമ്മുടെ പിള്ളേർക്കൊക്കെ 3 ദിവസം കൂടുമ്പോൾ വയറിളക്കും. അപ്പൊ വയറിളകി നിർത്തരും. നമ്മള് പോട്ടേന്ന് വെക്കണം, വെള്ളം നല്ലപോലെ കൊടുക്കണം, ORS ലൈന് പോലുള്ളതെല്ലാം കൊടുക്കണം. ക്യാമറ നിൽക്കുന്ന അനൂപിന് വയറിളക്കം. അപ്പൊ അത് പോകാൻ അനുവദിക്കുക, വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ ഉണ്ടാവരുത്, അത് ശ്രദ്ധിക്കണം. നല്ലപോലെ ആയാൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട്. അപ്പോൾ ഇത് വയറിളക്കുന്നതും നമ്മുടെ ബോഡീനെ ശുദ്ധീകരിക്കാനുള്ളൊരു മാർഗമാണ്. പിന്നെ കടുക്ക തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ എൻ്റെ കൊച്ചിലെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് നാടൻ സാധാരണ ആൾക്കാർ സാധാരണഗതിയിൽ ആയുർവേദം ഇപ്പൊ ഇപ്പോഴത്തെ ആയുർവേദ ഡോക്ടർമാർ വയറിളകാൻ എന്ത് അവിപത്തി ചൂർണം, ആ വിപത്ത് ഉണ്ടാക്കാത്തതെന്നാണ് അതിനർത്ഥം. അവിപത്തി ചൂർണം ആർക്കും കഴിക്കാം. ഉണ്ട്. അത് കൊടുക്കുന്നത് മിക്കവാറും പേർക്കും ഈ പാരാലിസിസ് ഉള്ളവർക്കും ഡിസ്ക് പ്രിലാപ്സ് ആയിട്ട് സയാറ്റിക് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള കേസിന് നമ്മൾ ആവണക്കാണ്. അതിൽ ആവണക്ക് പല രീതിയിലുണ്ട്. നിർഗുണ്ടിയാദി ഏരണ്ടം, അങ്ങനെ പലതുണ്ട്. സിന്ധുവാര ഏരണ്ടം, ഗന്ധർവ ഏരണ്ടം എന്നൊക്കെയുള്ള പേരിൽ പല കോമ്പിനേഷൻ കിട്ടും. നമ്മളത് ഓരോ അവസ്ഥ നോക്കിയിട്ടാണ് കൊടുക്കുക. എങ്കിലും അതും കൊടുക്കും. ഒരുപാട് മരുന്നുണ്ട്. മാനഭദ്രഗുളം ആയുർവേദമാണെങ്കിലും സ്വയം മരുന്ന് കഴിക്കുന്നതും പ്രശ്നമാണ്. അതെ, നമ്മൾ ഓരോ അസുഖത്തിനും ഓരോ മരുന്നാണ്. ഇപ്പൊ ഇവിടെ പെയിനുള്ള ഒരാൾക്ക് കൊടുക്കുന്ന മരുന്നല്ല ഇവിടെ പെയിനുള്ള. ഇത് രണ്ടും ജോയിൻസ് അല്ലേ. കഴുത്തിനുള്ള മരുന്നല്ല ലംബോസേക്രൽ വെർട്ടിബ്രയുടെ ഭാഗത്തുണ്ടാവുന്ന ഡിസ്ക് പ്രിലാപ്സോ അങ്ങനെയൊക്കെ ഉള്ളതിന്. അങ്ങനെ ഓരോ ഏരിയ നോക്കിയിട്ട് മരുന്ന് മാറും. ശരീരത്തിന്റെ അധോഭാഗത്തെയും മധ്യഭാഗത്തെയും ഊർധ്വഭാഗത്തെയും 3ആയിട്ടാണ് കാണുന്നത്. മരുന്ന് മാറും. നമ്മൾ ഈ ചെറിയ വിഷയങ്ങൾക്ക് പോലും ഡോക്ടർമാരുടെ അടുത്ത് ഓടിപ്പോകുന്ന ആളുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്കൊരു സ്കിന്നിൻ്റെ പ്രശ്നം, ഞാനിത് കൊണ്ട് നടന്ന് തനിയെ പോകുമെന്ന് വിചാരിച്ച് അവസാനം ഒരു രക്ഷയില്ല. എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പറ്റും. ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ഡോക്ടർ ഒരു 1/2 മണിക്കൂർ താമസിക്കുന്നു. അപ്പോൾ ഒരു സുന്ദരിയായ ഒരു പെങ്കൊച്ച്, ഒരു 22 വയസ്സുള്ള പെങ്കൊച്ച് വന്നിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് കസേരയിലിരുന്നു. പുള്ളിക്കാരൻ്റെ കൂടെ വന്ന അച്ഛനോ അമ്മാവനോ ആരോ ആണ് ഒന്ന് എൻ്റെ അടുത്തിരുന്നു. ഈ അമ്മാവന് നന്നായിട്ട് സംസാരപ്രിയരാണ്. പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് എവിടാ വീട്, എന്താ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചു വന്നിട്ട് എന്താ അസുഖം. ഞാൻ പറഞ്ഞ് ഒരു ഡോക്ടറെ ഒന്ന് കാണണം. എന്താന്ന് പറ. പുള്ളി ഇങ്ങനെ ഭയങ്കര, ഞാൻ പറഞ്ഞാൽ ഇന്നതാണ്. ഓക്കെ. ഞാൻ ചോദിച്ചു ചേട്ടൻ എന്തിനാ വന്നത്. മോളെ കൊണ്ട് വന്നത്. മോക്കെന്താ അസുഖം. മോക്കടെ മോക്കുരു. ഞാനെന്താ കൊച്ചിൻ്റെ മുഖത്തോട്ട് നോക്കണം, മുഖത്ത് കുരുവൊന്നും കാണാനില്ല. ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. പുള്ളി ഇവിടെ ചെറുതായിട്ടൊരു കുരുവാണ് അവർക്ക്, പക്ഷേ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ സമാധാനമില്ല എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കാം, നമ്മളൊക്കെ പണ്ട് ഈ കൗമാര കാലഘട്ടത്തിൽ മുഖം മൊത്തം കുരുവൊക്കെ ആയിട്ട് പാടുമൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് പേര് അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ ആളുകൾക്ക് ഒരു കുഞ്ഞു സാധനം പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേ പോവാണ് ഡോക്ടറോട്, അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യം പോയി പോകുന്നുള്ള പേടിയായിരിക്കും. ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? കൗമാരപ്രായത്തിൽ കുരു വന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ വരാനാണ്? ആ സമയത്ത് മുഖക്കുരു ഒരു ഭംഗി തന്നെയല്ലേ. 40 വയസ്സ് കഴിഞ്ഞിട്ട് മുഖക്കുരു വരണം എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത് വരും ചിലർക്ക്, അത് അബ്നോർമാലിറ്റിയാണ്. ശരി, ചിലർ പറയും മുഖക്കുരു വരുന്നത് പ്രണയമുള്ളപ്പോഴാണ്. അത് വെറുതെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹോർമോണിന്റെ ആക്ഷൻ ആണല്ലോ. അപ്പോ അങ്ങനെ ആവാൻ പാടില്ലൊന്നും ഇല്ല. അപ്പോ നമുക്ക് അതിവിടെയൊക്കെ പ്രത്യേക അതൊരു കറുത്ത നിറത്തില് ചെറിയ ചെറിയ കുരുക്കളായിരിക്കും. പ്രത്യേകതയുണ്ട്. അപ്പോ ഈ ഹോർമോണിന്റെ ആക്ഷൻ ഉണ്ടല്ലോ, ഒരു 12 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് സ്ത്രീ പുരുഷ ഹോർമോണൊക്കെ ആക്റ്റീവ് ആകാൻ തുടങ്ങുന്ന സമയമാണ്. ആ സമയത്താണ് ഇത് വരിക, മൂക്കുരു വരിക. പ്രണയം മനസ്സിൽ തോന്നുമ്പോൾ ഉണ്ട്. ആ പ്രണയത്തിലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണൊക്കെ ഉണ്ടാകുന്നത്. സെറോട്ടോണിൻ, ഡോപ്പാമിൻ, ഓക്സിറ്റോസിൻ, പിറ്റോസിൻ, അങ്ങനെയൊക്കെ ഹോർമോൺ ആ സമയത്ത് ഒരു കാരണവും ഇല്ലാതെ കഷ്ടപ്പെട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹോർമോൺസാണ് ഇതെല്ലാം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ
കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാവുന്ന ഹോർമോണ്. വെറുതെ പ്രണയിച്ചാൽ മതി ഇതിങ്ങനെ ഉണ്ടാവും. ഓ പക്ഷെ അടികൊള്ളാതിരുന്നാൽ മതി. പ്രണയിച്ചു ആരെ വേണമെങ്കിലും അത് ശരി. ആരും പോയി ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. ബുദ്ധിമുട്ടിക്കരുത്. പ്രണയം നല്ലതാ എന്തിനോടും, ഒരാളോടൊന്നല്ല. എന്തിനോടും സംഗീതത്തോട് പ്രണയം, പക്ഷെ അത് സാഹിത്യത്തോട് പ്രണയം, എൻജോയ് ചെയ്യാൻ പറ്റണം, ഫീൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ വേണം. അങ്ങനെ ഫീൽ ചെയ്ത് പ്രണയിക്കുക. അത് ഭയങ്കര അല്ലാതെ അനൂപൊക്കെ ചെയ്യുന്നതിന്റെ തൊട്ട് ചുമ്മാ സങ്കടപ്പെട്ട് കിടന്നിട്ട് കാര്യം. ഒരിക്കലും ചുണ്ട് ഇങ്ങനെ വെക്കുകയോ ചെയ്തത്, ചുണ്ട് ഇങ്ങോട്ടിരിക്കണം. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാ. അപ്പൊ എപ്പോഴും നമുക്കിങ്ങനെ ഉള്ളിൽ ആനന്ദം ഇങ്ങനെ ഈ ഉണ്ടാവും. ഞങ്ങളുടെ മറ്റേ ഫഹദിനെ പോലുള്ളവർക്കൊക്കെ ചില പ്രശ്നമുണ്ട്. അവർക്ക് എല്ലാവരോടും പ്രണയമാണ്. പറയാതിരുന്നാ മതി ആരോടും. ആരെ വേണമെങ്കിലും പ്രണയിച്ചോ. പക്ഷെ സങ്കടമോ സന്തോഷമൊന്നും കാണാനും ഇല്ല. അങ്ങനെ പാടില്ല. സങ്കടം അത് പ്രേമം. ഈ പ്രേമത്തിലാണ് കാമവും സ്നേഹവും കൂടെ ചേരുന്നതാണ്, അല്ലെങ്കിൽ ഇഷ്ടവും കൂടെ ചേരുന്നതാണ് പ്രേമം. അതിനകത്തൊരു ശരിക്കും അതാണ് പ്രേമം. പ്രണയം അതല്ല. ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് പ്രണയം. ഏത് പ്രായത്തിലും ആരെയും പ്രണയിക്കാം. പക്ഷെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ അങ്ങനെ പോയാൽ മതി. പ്രണയിക്കുന്നതിന് ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇയാൾക്ക് അയാളെ ഇഷ്ടമാണ്. നീ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കും, ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല. മറ്റേതെന്തായിരുന്നു? പ്രേമം. ഓ, പ്രേമവും പ്രണയവും രണ്ടാണ്. എനിക്ക് വേണം പോയാ സങ്കടം. അതാണ് നമ്മളെ, അതായത് ഈ ഹോർമോൺ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര തീവ്രമായ വികാരമാണ് ഈ പ്രേമം. പ്രണയം പോലല്ല. അതിങ്ങനെ ഒരു മെഡിറ്റേഷൻ പോലെ ഒരു ഒഴുക്കാണത്. മറ്റതങ്ങനെയല്ല, ഭയങ്കര തീവ്രമാണത്. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഭയങ്കര നമ്മുടെ ആ വൈകാരിക തലം ആയിട്ടുള്ള ഹൃദയതലം ഉണ്ടല്ലോ, അനാഹത ചക്രം, അതിൽ ഭയങ്കരമായിട്ടുള്ള മുറിവ് വരും. അതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. ആ വേദന അതല്ല ആത്മഹത്യ ചെയ്യുന്നത്. അതെ. അപ്പോൾ അത് തീവ്രമായ വികാരം ആയതുകൊണ്ട് തന്നെ അത് ലഭിക്കാതെ പോയാൽ ഭയങ്കരമായ മുറിവ് മനസ്സിലുണ്ടാവുകയും അത് സ്വയം പരിഹരിക്കാൻ പറ്റാതെ ആത്മഹത്യയിലേക്ക് വരെ പോകുന്നതും അതുകൊണ്ടാണ്. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഹോർമോണാ കുഴപ്പക്കാര്. അച്ഛനും അമ്മയൊക്കെ ഉപദേശിക്കട്ടെ, നമുക്ക് പ്രായമായവർക്ക് ഇതൊക്കെ പറയാം. പക്ഷെ ആ പ്രായത്തില് ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ. പ്രേമമാണോ വില്ലൻ, പ്രണയമാണോ വില്ലൻ? പ്രേമം. പ്രണയം എല്ലാത്തിനോടും പറഞ്ഞില്ലേ, ഒന്നും പ്രതീക്ഷിക്കാതുള്ള ഒരു, അതൊരു ലയമാണത്. ഈ പറയുന്ന കൺസെപ്റ്റിൽ പ്രണയിക്കുന്ന ആളുകളൊക്കെ എനിക്കറിയാം, പക്ഷെ അവർക്ക് സങ്കടമാണല്ലോ. അതാണ് പ്രേമം. പ്രേമമാണ്. അതുകൊണ്ടല്ലേ സങ്കടം. സത്യം പറഞ്ഞാൽ പ്രേമം സങ്കടത്തെ ഉണ്ടാക്കുന്നതാണ്. കാരണം കിട്ടിയില്ലെങ്കിൽ വിഷമം. അതാണ് പ്രണയം. വൺ വേ ആണ് പ്രണയം എന്ന് പറയാം. ഞാനൊക്കെ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട്, അവരൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പഴല്ല കേട്ടോ, പണ്ട്. പ്രായം അല്ല, ഇപ്പം ഇല്ല. വ്യക്തികളോടല്ലാതെ വേറെ എന്തിനോടുണ്ട്. നമ്മൾ ഈ സാധനകൾ ചെയ്തു വരുമ്പോഴുണ്ടല്ലോ, വീണ്ടും നമ്മൾ സാധനയിലേക്ക് വരിക. നമ്മൾ സാധന ചെയ്തു വരുമ്പോൾ ഈ ലെവൽ മാറും. വിഷയം മാറ്റിക്കൊണ്ട് പോയതല്ലേ. അതായത് വേണ്ട, കൂടുതൽ പ്രണയത്തിൽ നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള വികാരങ്ങളാണ് ഈ പറഞ്ഞതല്ല, രാഗം, മോഹമൊക്കെ. പക്ഷേ ഈ സാധനകൾ ചെയ്തു വരുമ്പോൾ നമ്മൾ ലെവൽ മാറും. ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ശരീരത്തിലല്ല ഉള്ളത്. അനുഭവിച്ചാലേ മനസ്സിലാവും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് അനുഭവമുണ്ട്, നമ്മുടെ മിഴികൾ പോലും എപ്പോഴും ഇങ്ങോട്ടായിരിക്കും, അതിനൊരു വലിവുണ്ടാവും. അതായത് ബോഡിയിലല്ല, ഇങ്ങോട്ടാണ് എപ്പോഴും ഒരു ബോധതലത്തിലാണ് ഉണ്ടാവുക. അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്കിതൊന്നും നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ഏജ് കൂടുമ്പോൾ സംഭവിക്കാം. പക്ഷെ ഹോർമോൺ കുറഞ്ഞു, ഈ പറയുന്ന ഹോർമോൺ കുറഞ്ഞു, അതുകൊണ്ട് ഏജ് കൂടുമ്പോൾ സംഭവിക്കാം. അല്ലാതെ ഏജ് കുറവായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് പോകുന്നത് സാധനകൾ ചെയ്തു വരുമ്പോൾ ഈ നമ്മൾ ഡിറ്റാച്ച്മെന്റ് വരും. അപ്പോൾ നമുക്ക് ഇത് മാറിയിട്ട്, പക്ഷെ പ്രണയം എപ്പോഴും ഉണ്ടാവാം. അത് നമുക്ക് എന്തിനോടുമുള്ള ഇഷ്ടം, അത് എല്ലാവരോടും ഇഷ്ടമാണ്. ഭഗവാനോട്, പ്രപഞ്ചത്തോട്, ഇങ്ങോട്ട് സർവ്വചരാചരങ്ങളോടും ആ വിശ്വസ്നേഹം എന്നൊക്കെ പറയുന്ന അതാണ്. അത് പക്ഷെ അതാണ് ഏറ്റവും സന്തോഷം. മറ്റത് പെട്ടെന്ന് സങ്കടം വരാം, പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആനന്ദത്തിൽ ഇങ്ങനെ ആറാടിയിരിക്കും. ചില പറയുന്ന യോഗ, മെഡിറ്റേഷനിലൂടെ പരമാനന്ദം കണ്ടു എന്നൊക്കെ പറയും. സാധാരണ മനുഷ്യൻ ഈ പരമാനന്ദം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല. അതെ. ആനന്ദം ഒരു അവസ്ഥ ആർക്കും അറിയില്ല. സന്തോഷമാണ് ആനന്ദം എന്ന് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. അതല്ല, ആനന്ദം അത് അറിയുക തന്നെ വേണം. ഞാൻ 2004 അറിഞ്ഞിട്ടുണ്ട്. 2002 ഞാൻ ദീക്ഷ എടുക്കുന്നു. അതിനുശേഷം എനിക്ക് വേറെയും ദീക്ഷകൾ കിട്ടുന്നു. പിന്നെ ഓഷോയുടെ മെഡിറ്റേഷൻസ് 2004 ചെയ്യുന്നു. ഓഷോയുടെ മെഡിറ്റേഷൻ ഭയങ്കര പവർഫുൾ ആണ്. ഓഷോയുടെ മെഡിറ്റേഷൻസ് പ്രണയവുമായി കണക്റ്റഡ് ആണോ? പ്രണയം, വിശ്വ പ്രണയം.
വിശ്വപ്രണയാണ്. അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അദ്ദേഹം ഫ്രീ സെക്സിൻ്റെ ആളാണെന്നോ എന്നൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബുക്സൊക്കെ വായിച്ചാലും ഒക്കെയാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. അതൊരു അഭിനവ ഋഷിയാണത്. എന്നുവെച്ചാൽ അദ്ദേഹം സാധാരണ ആൾക്കാർക്ക് മെഡിറ്റേഷനിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനെന്താ അദ്ദേഹം മോഡിഫൈ ചെയ്തതെന്ന് വെച്ചാൽ ശരീരത്തെ ഇളക്കി 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 അവസാനം ആ ഏറ്റവും സെൻറ്ററിലുള്ള ആ ഒരു നിശ്ചലമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരും. കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു നിശ്ചലമായിട്ടൊരു പോയിന്റ് ഉണ്ട്, അത് ആത്മാവെന്ന് പറയും. ആത്മാവ് എപ്പോഴും സാക്ഷിയല്ലേ. മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ഇന്ദ്രിയങ്ങൾ അല്ലെ എല്ലാം നമ്മൾ എൻ്റെ ചേർത്തിട്ട് പറയും. ആ എൻ്റെ എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോഴും എൻ്റെ എന്ന് പറയുന്ന ആ ഒരു തത്വമുണ്ടല്ലോ, അതാണ് ശരിക്കും നമ്മൾ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മാവ് നിശ്ചലാണ്, അതാണ് സാക്ഷിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരും. അദ്ദേഹം അദ്ദേഹം സയൻറ്റിസ്റ്റ് കൂടിയാണ്, ഞാൻ അങ്ങനെ പറയും, സയൻറ്റിസ്റ്റാണ്. അങ്ങനെ വന്ന് നമ്മളെ സ്വാഭാവികമായിട്ടുള്ള മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് മെഡിറ്റേഷൻസ് അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. ഈ കുണ്ടലിനി ശക്തി ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഈ കുണ്ടലിനി ശക്തി, ഷഡ്ചക്രങ്ങൾ, അവിടെ എവിടെ എനർജി ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് തത്വത്തിലാണ് അത് പറയുന്നത്. അപ്പം നമ്മുടെ എനർജിയാണ്, അത് നെർവ് സിസ്റ്റത്തിലെ നെർവിൻ്റെ പ്രധാന ഭാഗങ്ങൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ ആയുർവേദമൊക്കെ പഠിക്കുമ്പോൾ 72,000 നാഡികൾ, യോഗ പഠിക്കുമ്പോഴും 72,000 നാഡികളെന്ന് പറയുന്നത് ഈ ബ്രെയിനും അതിൽ നിന്ന് വരുന്ന സ്പൈനൽ കോഡും അതിൻ്റെ ബ്രാഞ്ചസും എല്ലാം ചേർത്തിട്ട് 72,000 എണ്ണി വെച്ചിട്ടുണ്ട്. അത്രമാത്രം നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ യോഗ തന്ത്രയെല്ലാം ഭയങ്കര അഗ്രഗണ്യന്മാരായിരുന്നു. എല്ലാവരും വിചാരിക്കും മോഡേൺ സയൻസ് വന്നപ്പോഴാണ് ഈ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചതെന്ന്. പക്ഷെ അല്ല, യോഗയും പ്രാണായാമവും മെഡിറ്റേഷനും തന്ത്രയും എല്ലാം വർക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ നെർവസ് സിസ്റ്റത്തിലാണ്, ബ്രെയിനും നെർവസ് സിസ്റ്റവും. അപ്പോൾ ആ നെർവിൻ്റെ സ്പൈനൽ കോഡിൽ നിന്ന് നെർവ് പുറപ്പെടുന്ന ഓരോ സെൻറ്റേഴ്സാണ്, പിന്നെ എനർജി വൈറ്റൽ പോയിന്റ്സ് ആണ്. അപ്പോൾ അവിടെയെല്ലാം കൂടുതൽ എനർജി തങ്ങി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ ചക്രങ്ങളെന്ന് പറയാം. ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പം നേരത്തെ പറഞ്ഞത് ഒരു പമ്പരം നമ്മളിങ്ങനെ ഈർക്കലിൽ നമ്മൾ ഓലയുടെ പമ്പരം ഉണ്ടാക്കില്ലേ, അത് ഈർക്കലിൽ ഇങ്ങനെ ഇട്ടിട്ട് അത് കറങ്ങുമ്പോൾ ആ ഈർക്കൽ അനങ്ങാൻ നിൽക്കും, പമ്പരം മാത്രം കറങ്ങും, അങ്ങനെയല്ലേ. അത് നമ്മൾക്ക് ഈ ആത്മാവിനോട് ഉപമിക്കാം. ഇനി ആറ്റത്തെ നോക്കുക, സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺസ് അല്ലേ കറങ്ങുന്നത്. ഇനി നമ്മുടെ സൗരയൂഥം നോക്കുക, നമുക്ക് കാണാൻ പറ്റുന്നത് സൗരയൂഥം മാത്രമാണല്ലോ, സൂര്യനുണ്ട്, ബാക്കിയെല്ലാം ഭ്രമണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സെൻറ്ററിലൊരു സാധനം എപ്പോഴും ഉണ്ട്, അതിലേക്കാണ് ആൾ കൊണ്ടുവരുന്നത്. ഇങ്ങനെ ശരീരം. ഇനി കുണ്ടലിനി ഉദ്ധാപനം അത്ര എളുപ്പമല്ല. എനർജിയുടെ ഏറ്റവും കൂടുതൽ ഭൂരിതാകർഷണം കൊണ്ട് എനർജി ഏറ്റവും കൂടുതൽ മൂലാധാരത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന എളുപ്പമല്ല. അപ്പോൾ അതിനാണ് അദ്ദേഹം ഈ ഡൈനമിക് കുണ്ടലിനി മെഡിറ്റേഷനൊക്കെ, അതും അങ്ങനെ നിശ്ചലമായിട്ടിരുന്നിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് മെഡിറ്റേഷനുണ്ട്, തന്ത്രയിലുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അത് ഭയങ്കര ഈ മനസ്സിൻ്റെ ചിന്ത, വിചാരം, ഊഹം, സങ്കല്പം, ഇത് നാലുമാണ് മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ. അതിൽ സങ്കല്പം എന്ന് പറയുന്ന ഇമാജിനേഷൻ ഉണ്ടല്ലോ, ആ പവറാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ആ പവർ കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ എളുപ്പമല്ലാത്തവർക്ക് വേണ്ടിയാണ് കുണ്ടലിനി മെഡിറ്റേഷനൊക്കെ. അപ്പോൾ അവിടുന്ന് നമ്മൾ അത് പ്രത്യേക രീതിയിൽ ശരീരത്തെ ചലിപ്പിച്ച് അതിനെ ഉയർത്തി ശരീരം മുഴുവനും അതിനെ പ്രസരിപ്പിക്കുക, ഓരോ ന്യൂറോൺസിലൂടെയും ശരീരം മുഴുവനും പ്രസരിപ്പിക്കുക എന്നുള്ള ഒരു മെഡിറ്റേഷനാണ്. അത് ഭയങ്കര പവർഫുള്ളാണത്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരീരം മുഴുവനും ഇങ്ങനെ എൻ്റെ അനുഭവം പറയാം, ശരീരം ചുട്ടുപഴുത്ത് ഒരു ലോഹം ചുട്ടുപഴുക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുക, അതുപോലെ ബോഡീനെ തോന്നിക്കും. കാരണം ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങനെ ചുട്ടുപഴുക്കും. നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആറ്റമാണല്ലോ. അപ്പോൾ അതിൻ്റെ ചുട്ടുപഴുത്തിട്ടാണ് ഈ ബോഡി ഇങ്ങനെ നമുക്കത് ഫീൽ ചെയ്യണത്. അങ്ങനെ ഫീൽ ചെയ്യും. അതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അത്ര പെട്ടെന്ന് പവർഫുൾ ആവണേ. ഈ ഓഷോയുടെ പേര് പറയുമ്പോൾ മലയാളികൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന പേര് മോഹൻലാലിൻ്റെ പേരാണ്. അതെ അതെ. അപ്പം മോഹൻലാലിന് ഭയങ്കരമായ ഓറയുണ്ട്, അദ്ദേഹത്തിന് സാധനയുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്, വിശ്വസിക്കുന്നതൊക്കെ. 2007 ഞാൻ എൻ്റെ ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരു തന്ത്ര സാധകനുണ്ട്. ഞാൻ ദീക്ഷ കൊടുക്കുന്ന 2006 ദീക്ഷ കൊടുക്കാൻ തുടങ്ങുന്നത്, റേക്കി ദീക്ഷ. അപ്പം ഒരു താന്ത്രിക ആചാര്യനെ കാണണം എന്ന് പറഞ്ഞിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം എൻ്റെ മുന്നിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം ഇങ്ങോട്ട് പറയുന്നു, ഞാൻ തന്ത്ര സാധകനാണ്,
അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരാളെ അന്വേഷിച്ചിരിക്കുകയാണ്, യൂണിവേഴ്സ് കൊണ്ട് തരും കേട്ടോ നമ്മൾ എന്താ. അപ്പൊ അദ്ദേഹം വീട്ടിലേക്ക് കൂട്ടുന്നു, ഗുരുവായൂർ തന്നെയാണ് വീട്. അദ്ദേഹം അവിടെ നിന്ന് എനിക്ക് ഒരുപാട് ബുക്സ് കിട്ടുന്നു തന്ത്രത്തെ സംബന്ധിക്കുന്ന, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നും കാണും. അപ്പം എൻ്റെ വീടും ഈ വീടും ഒക്കെ അടുത്ത് തന്നെയാണ്, ഹോസ്പിറ്റലൊക്കെ അടുത്ത് തന്നെയാണ്, കിഴക്കൻ നടയാണല്ല. അപ്പോൾ ഒരു ദിവസം 2007 ഞങ്ങൾ ഒരുമിച്ചിരിക്കുക, ആളുടെ വീട്ടിൽ ഞങ്ങൾ അടുത്തിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ കോൾ വരുന്നു. വിനോദ് എന്നാ പേര്. വിനോദേ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, അത് പാലക്കാട് ഏതോ ഒരു സ്ഥലം, എനിക്കിപ്പോൾ മറന്നുപോയി. ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഇവിടെ ഒരു അവധൂതൻ്റെ അടക്കിയ സ്ഥാനം ആണിത്, ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ നല്ല പറ്റിയ സ്ഥലം, അന്തരീക്ഷമാണ്, ഇങ്ങോട്ട് വരാം, വിനോദിങ്ങ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനിത് കേൾക്കുന്നുണ്ട്, മൊബൈൽ നല്ല ശബ്ദമുണ്ട്, വോളിയുമുണ്ട്, ഞാനിത് കേൾക്കുന്നുണ്ട്. അപ്പോൾ 2007 ഓർക്കണം, എത്ര വർഷമായി, 20 വർഷമാകാൻ പോണു അല്ലേ. അപ്പോൾ അന്നേ ചെയ്യണുണ്ട് ആള്. അപ്പോൾ വിനോദ് രാവിലെ തന്നെ പോയി, അങ്ങോട്ട് പോയിട്ട് അവർ മെഡിറ്റേഷൻ ചെയ്തു. ഇത് ഞാൻ മോഹൻലാൽ അറിയില്ല, ഞാനിത് കേട്ടിട്ടുണ്ടെന്ന്, പക്ഷെ എനിക്കറിയാം. അപ്പൊ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ പടർത്തുന്നുവെങ്കിലും പക്ഷെ എനിക്കറിയാം, അതുകൊണ്ട് നല്ല സാധന മോഹൻലാലുമായി ബന്ധപ്പെട്ട് കണക്ട് ആവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് അദ്ദേഹത്തിന് ആ പ്രണയം അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രണയമൊക്കെ ആളുകൾ ഇങ്ങനെ പലപ്പോഴും ചർച്ചയാക്കാറുണ്ട്. അപ്പോൾ അതുമായി കണക്ട് ചെയ്യുന്ന പേരാണ് ഓഷോയുടെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന പ്രേമവും പ്രണയവും രണ്ടാണ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പ്രണയം ഒരുപക്ഷെ കലയോടോ ഇതിനോടൊക്കെ ആയിരിക്കും. ഓരോ ദിവസവും പ്രായമാകുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ മുഖത്തെ തെളിച്ചം കൂടുന്നു. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് 20 പിണറായി വിജയനും മോഹൻലാലും തമ്മിലുള്ള ഇന്റർവ്യൂ ആണ്. അതിനെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഈ മോഹൻലാലിന്റെ മുന്നിൽ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ പിണറായി വിജയന് നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മുഖഭാവമുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാളോട് ഒരു ഉറക്കത്തിൽ വിളിച്ചുകൊണ്ട് തരാം പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ കൂടി ഇങ്ങനെ വളരെ ഗൗരവത്തിലിരിക്കുന്ന പിണറായി വിജയൻ. പക്ഷേ ഈ 20 പ്രമോ വന്നതിന് ശേഷം എൻ്റെ മനസ്സിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിണറായി വിജയന്റെ മുഖം. പിണറായി വിജയനും നല്ലപോലെ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ അറിയാം, ശ്ലോകങ്ങളൊക്കെ. ഇപ്പൊ ആയുർവേദ ഡോക്ടേഴ്സ് ഞങ്ങളൊക്കെ ലക്ഷക്കണക്കിന് ശ്ലോകം കാണാതെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെക്കാളും ശ്ലോകങ്ങൾ അദ്ദേഹത്തിന് അറിയാം. ശ്രീനിവാസനുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം വിശ്വാസത്തെ കുറിച്ചൊക്കെ സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് പറയുന്നത് നമ്മൾ കേട്ടിരുന്നിട്ടുണ്ട് ശ്രീനിവാസൻ എടുത്ത ഇന്റർവ്യൂവിൽ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല. അത് നമ്മുടെ ഇന്റർവ്യൂവിൽ ഈശ്വരാധീനമുള്ള അല്ലെങ്കിൽ ഈ ഓറയുള്ള ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ജയനാരായൺ ജിയാണെന്ന് പറഞ്ഞ 3 പേരുടെ പേര്, ഒന്ന് മോഹൻലാലും, ഒന്ന് പിണറായി വിജയനും, ഒന്ന് നരേന്ദ്രമോദിയുമാണ്. എന്താണെന്നറിയാമോ, നല്ലപോലെ സാധനകൾ ചെയ്യുന്നവർക്ക് ഓറ വർദ്ധിച്ചു വരും, ഓറ വികസിച്ച് വരും. അവരിലേക്കാണ് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് നമ്മൾക്ക് അവരോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നതെന്ന് വെച്ചാൽ അവരുടെ ഓറയാണ് അത്രയും, അവരുള്ളിലെ അത്രയും പവർഫുൾ. അതുകൊണ്ടാണ് ഇതൊന്നും പുറമേ കാണിക്കുന്നതല്ല. ഇപ്പൊ ക്ഷേത്രത്തിൽ പോകുന്നതോ അവിടെ ലക്ഷങ്ങൾ മുടക്കുന്നതോ അതൊക്കെ ബാഹ്യമാണ്, ബാഹ്യമല്ല വേണ്ടത്. ഇന്റർനാഷണൽ യോഗ ഡേയിൽ യോഗയുടെ ഫോട്ടോ എടുത്തിട്ട് തലകുത്തിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ വലിയ യോഗ ആളാണെന്ന് പറയുന്നതല്ല. ഉള്ളിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആരും അറിയാതെ നടത്തുന്ന സാധനങ്ങളാണ്. തന്ത്ര സാധനയെ നമ്മൾ നിഗൂഢ ശാസ്ത്രം എന്നാ പറയാം തന്ത്രത്തെ. കാരണം അത് ബാഹ്യമായിട്ട് ചെയ്യുന്നതല്ല, നമുക്കത് ആരെയും കാണിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. തന്ത്ര ദീക്ഷ എടുക്കാതെ യന്ത്രവും മന്ത്രവും കിട്ടുകയില്ല. അതുപോലെ കാരണം അത് ഉറക്കെ പറയാൻ പാടില്ല. മന്ത്രങ്ങളൊന്നും ഉറക്കെയല്ല പറയേണ്ടത്, മാനസം.